കർണാടകയിൽ നിന്ന് വയനാട്ടിലെത്തി മാനന്തവാടിയെ ഒരു ദിവസം മുഴുവൻ മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ എന്നൊരു കണ്ണീർ ഓർമ്മയായിരിക്കുകയാണ്. വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ കർണാടകയിലെ ഹാസനിലെ കാപ്പിത്തോട്ടമാണ് തണ്ണീർക്കൊമ്പന്റെ സ്ഥിര താവളം. അവിടെ നിന്ന് ജനുവരി 16-ന് കർണാടക വനം വകുപ്പാണ് പിടികൂടുന്നത്. പൊതുവെ ശാന്ത സ്വഭാവക്കാരനാണ് ആനയാണ് തണ്ണീർക്കൊമ്പൻ. അന്ന് മൂലഹള്ള വനമേഖലയിലാണ് തണ്ണീർക്കൊമ്പനെ തുറന്നുവിട്ടത്. അവിടെ നിന്നാണ് ഏകദേശം 58 കിലോമീറ്ററോളം യാത്ര ചെയ്ത് തണ്ണീർക്കൊമ്പൻ കേരളത്തിലേക്ക് എത്തുന്നത്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് ആന തലപ്പുഴ സ്റ്റേഷൻ പരിധിയിലെത്തുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 58 കിലോമീറ്റർ യാത്ര ചെയ്ത തലപ്പുഴ സ്റ്റേഷൻ പരിധിയിലെത്തി. പിന്നീടാണ് മാനന്തവാടിയിലേക്ക് എത്തുന്നത്. പുലർച്ചെയോടെ മാനന്തവാടിയിലെ ജനവാസ മേഖലയിലെത്തി. പിന്നീടാണ് അവിടെ മുഴുവൻ കറങ്ങി നടന്ന് ഏകദേശം വൈകിട്ട് 5:30 ഇന്നലെ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൊതുവെ ശാന്ത പ്രകൃതക്കാരനായിട്ടുള്ള ആനയാണ് തണ്ണീർക്കൊമ്പൻ. 6 വർഷത്തോളമായി തന്നെ ഒരു അക്രമ സംഭവങ്ങളും ആനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 20 ദിവസത്തിനിടെ 2 തവണയാണ് തണ്ണീർക്കൊമ്പനെ മയക്കുവെടി ഏൽക്കുന്നത്. ഒന്ന് ജനുവരി 16-ന് കർണാടക വനം വകുപ്പ് തണ്ണീർക്കൊമ്പനെ പിടികൂടിയപ്പോഴും ഒന്ന് ഇന്നലെ മാനന്തവാടിയിൽ വെച്ചു. ഇന്നലെ 15 മണിക്കൂറോളം മതിയായ വെള്ളം കിട്ടാതെയാണ് ആന നിന്നത്. ഒരുപക്ഷെ അതായിരിക്കാം ആന ലോറിയിൽ വെച്ച് കുഴഞ്ഞു വീഴാൻ ഇടയാക്കിയ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. എന്താണ് ആന കുഴഞ്ഞു വീഴാൻ ഇടയായ സാഹചര്യം, ആന ചെരിഞ്ഞതിലേക്ക് നയിച്ച കാരണം എന്നുൾപ്പെടെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് കർണാടക കൈമാറിയിട്ടുള്ള തണ്ണീർക്കൊമ്പൻ എന്ന ആന ചെരിഞ്ഞു എന്ന വാർത്ത വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥിരീകരിക്കുന്നത്.